Hi students, first semester BSc Mathematics Module 4 Theory of Equation second video നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കിയാണ് ക്വസ്റ്റ്യൻസ് ആണ്. Solve 4 degree equation x raised to 4 minus 10x cube minus 120x square plus 320x plus 1024 equal to 0 given roots are real and they are in GP. Geometric progression ലാണ് റൂട്ട്. അപ്പൊ 4 എണ്ണം വന്നു. അപ്പൊ എന്താ നമ്മളിങ്ങനെയാണ് എടുക്കുന്നത്. ആൽഫ ആൽഫ ആർ ആൽഫ ആർ സ്ക്വയർ ആൽഫ ആർ ക്യൂബ് അങ്ങനെ 4 എണ്ണം എടുത്തു. തന്നേക്കുന്ന ഇക്വേഷൻ എ ബി സി ഡി ഇ എഴുതുന്നു. ഇനി ഇതിന്റെ പ്രോഡക്റ്റ് ഇ ബൈ എ ആണ്. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൽഫ റൈസ് ടു 4 ആർ റൈസ് ടു 6 അത് 1024 ആണ്. അപ്പൊ അതിന്റെ റൂട്ട് എന്തുവാ? ആൽഫ സ്ക്വയർ ആർ ക്യൂബ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 32 ആണ്. ഇനി സിൻസ് ദ സം ഓഫ് ദ പ്രോഡക്റ്റ് ടേക്കൺ 2 at a time ഈസ് മൈനസ് 120, അതായത് നോക്കി രണ്ടെണ്ണം വീതം എടുത്തുള്ള പ്രോഡക്റ്റിന്റെ സമ്മ. അപ്പൊ നമുക്ക് എന്താ പറയാ? ദ റൂട്ട്സ് ഓഫ് ആർ നോട്ട് ഓഫ് സെയിം റൂട്ട് സെയിം ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് എന്തുവാ? 6 നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ? ആർ ക്യൂബ് അല്ലേ? ആർ ക്യൂബ് എന്നവരെ നെഗറ്റീവ്. ആൽഫ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ്. അപ്പൊ ആൽഫ സ്ക്വയർ ആർ ക്യൂബ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 32 ആണ്. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മൈനസ് 32 എന്ന് പറയാം. ഇനി ആൽഫ ആൽഫ ആർ ആൽഫ ആർ സ്ക്വയർ ആൽഫ ആർ ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് അതിന്റെ പ്രോഡക്റ്റ് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതി. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം, നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടല്ല, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ നാലാമത്തെ ടേം ഒന്നിച്ച് എഴുതുന്നു, രണ്ടാമത്തെ മൂന്നാമത്തെ ടേം ഒന്നിച്ച് എഴുതുന്നു, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനെ പി എന്നും ഇതിനെ ക്യൂ എന്നും വിളിച്ചു. ഇനി ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് ഇങ്ങനെ കോമൺ എടുത്ത് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾക്ക് തന്നേക്കുന്ന ഇക്വേഷനും ഇതുകൂടെ കമ്പയർ ചെയ്യുക. നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ ഏതാ? ഇതാണ്. ഈ ഇക്വേഷനും ഇപ്പം കിട്ടിയ പിയും ക്യൂയിലുള്ള ഇക്വേഷനോടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പി പ്ലസ് ക്യൂ 10 എന്ന് കിട്ടും. പി ക്യൂ മൈനസ് 64 മൈനസ് 120 എന്ന് കിട്ടും. പി ക്യൂ എന്ന് പറയുന്നത് മൈനസ് 56 എന്ന് കിട്ടും. അതിൽ നിന്ന് പിയും ക്യൂവും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്തോ ചെയ്തെന്ന് നോക്കി. പി പ്ലസ് ക്യൂവും പി ക്യൂ ഉണ്ടെങ്കിൽ എന്തോ പി മൈനസ് ക്യൂ കണ്ടുപിടിക്കാൻ അറിയാലോ. എന്തോ പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 പി ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ കിട്ടും. ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്, കണ്ടോ? അപ്പം പി മൈനസ് ക്യൂ എന്ന് വെച്ചാൽ റൂട്ട് 324 18 എന്ന് കിട്ടി. അപ്പൊ പി പ്ലസ് ക്യൂ 10 ആണ്, പി മൈനസ് ക്യൂ 18 ആണ്. അപ്പം മൈനസ് ചെയ്യുമ്പോൾ എന്തോ, സോറി പ്ലസ് ചെയ്താൽ മതി. പ്ലസ് ചെയ്യുമ്പോൾ എന്തോ 2p എന്ന് പറയുന്നത് 28, പി എന്ന് പറയുന്നത് 40. ഇനി ഇതിന് ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ക്യൂ എന്ന് പറയുന്നത് -4. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ ഇല്ലേ, അതിനകത്ത് പിയും ക്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പൊ നമ്മുടെ റൂട്ട് എന്തുവാ? -2 4 -8 16. ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കാം. Show that if the roots of ax cube plus bx square plus cx plus d is equal to 0 are in GP, then c cube a equal to b cube d. തന്നേക്കുന്ന ഇക്വേഷൻ എഴുതുന്നു. ജി പിയിലാണ്, തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ ആൽഫ ബൈ ആർ ആൽഫ ആൽഫ ആർ എന്ന് എഴുതി. അതിന്റെ പ്രോഡക്റ്റ് മൈനസ് ഡി ബൈ എ ആണ്. അപ്പൊ ആൽഫ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ എ ആണ്. ആൽഫ ഒരു റൂട്ട് ആയതുകൊണ്ട് എന്താ പറയാ, തന്നേക്കുന്ന ഇക്വേഷനകത്ത് എക്സിന്റെ സ്ഥാനത്ത് ആൽഫ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ആൽഫ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ എ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എയും വെട്ടിപ്പോയി. അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടി. മൈനസ് ഡി പ്ലസ് ഡി വെട്ടിപ്പോയി, ഇങ്ങനെ കിട്ടി. രണ്ട് സൈഡ് ക്യൂബ് എടുത്തപ്പോ ഇങ്ങനെ കിട്ടി. വീണ്ടും മൈനസ് ഡി ബൈ എ ഈ ഒരു രീതിയിൽ കിട്ടി. അപ്പൊ നമുക്ക് ചോദിച്ചേക്കുന്ന കാര്യം കിട്ടി. അടുത്ത വേറൊരു ഇക്വേഷൻ
തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഈസ് 0. അതിന്റെ റൂട്ട് എ പിയിലാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് ദിസ് തന്നേക്കുന്ന ഇക്വേഷൻ എഴുതി. അപ്പൊ എ പിയിലായതുകൊണ്ട് ആൽഫ മൈനസ് ബി ആൽഫ ആൽഫ പ്ലസ് ഡി ആണ്, അതിന്റെ സം എടുത്തു. അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ സം ഓഫ് ദ റൂട്ട് ചെയ്യും. ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് വെച്ചാണ് ആദ്യം തുടങ്ങുന്നത്, പിന്നെ ബാക്കി ചെയ്യും. നമുക്ക് ആൽഫ കിട്ടി -p/3. ആൽഫ റൂട്ട് ആയതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എക്സിന്റെ സ്ഥാനത്ത് ആൽഫ ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്തുവാ ആൽഫ ക്യൂബ് എന്ന് പറയുന്നത് ആൽഫയുടെ സ്ഥാനത്തല്ല ഇത് ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതായിരുന്നു നമുക്ക് വേണ്ടത്. ഇനി സോൾവ് ദ ഇക്വേഷൻ x raised to 4 minus 2x cube plus 4x square plus 6x minus 21 given that two of its roots are equal in magnitude but opposite in sign. രണ്ട് റൂട്ട് ഒരേ വാല്യൂ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ, അതായത് 2 ആണെങ്കിൽ -2, ആ ഒരു രീതി. അപ്പൊ 4 റൂട്ട് എടുത്തു, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. അപ്പം ഗാമയും ഡെൽറ്റയുടെ സം 0 ആണെന്ന് എടുത്തു. കാരണം ഒരേ നമ്പർ ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ 0 അല്ലേ. അപ്പൊ ഈ ഒരു രീതിയിൽ എടുത്തു. എന്നിട്ട് ഇക്വേഷനിൽ നിന്ന് എ ബി സി ഡി എഴുതി. അപ്പൊ 4 റൂട്ട് കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടുന്നത്? -b/a, അതായത് 2. ഇനി ഗാമ പ്ലസ് ഡെൽറ്റ 0 അല്ലേ, അപ്പൊ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ 2 ആണെന്ന് കിട്ടി. ഇനി ഇത് മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് റൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഇത് രണ്ടെണ്ണം വീതം പ്രോഡക്റ്റ് ചെയ്ത് എഴുതുവാണ്. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് ആൽഫ ബീറ്റ, ഇവിടെ എന്തുവാ ഗാമ പ്ലസ് ഡെൽറ്റ 0 ആയതുകൊണ്ട് ഈ ടേം പോയി, എക്സ് സ്ക്വയർ പ്ലസ് ഗാമ ഡെൽറ്റ എന്ന് കിട്ടി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്തുവാ? ആൽഫ ബീറ്റയെ ഞാൻ പി എന്നും ഗാമ ഡെൽറ്റയെ ഞാൻ ക്യൂ എന്നും വിളിച്ചു. എന്നിട്ട് ഇതിനകത്ത് എഴുതി, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തു. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ കമ്പയർ ചെയ്യും. അപ്പൊ പി പ്ലസ് ക്യൂ 4 എന്നും 2q -6 എന്നും pq -21 എന്നും കിട്ടും. അപ്പൊ ക്യൂ നമുക്ക് -3 എന്ന് കിട്ടി, pq ഇതായതുകൊണ്ട് p7 എന്നും കിട്ടി. എന്നിട്ട് വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 2 റൂട്ട്, ഇവിടെ 2 റൂട്ട്, അങ്ങനെ നമുക്ക് 4 റൂട്ടായിട്ട് കിട്ടി. ഇനി ഒരു ഇക്വേഷൻ 2 റൂട്ട്സ് ആർ ഇൻ ദ റേഷ്യോ 3:4. അപ്പം ആദ്യത്തെ 2 റൂട്ട് ഞാൻ 3 ആൽഫ എന്നും 4 ആൽഫ എന്നും എടുത്തു, അടുത്ത റൂട്ട് ബീറ്റ എന്ന് എടുത്തു. ഇവിടെ എ ബി സി ഡി എഴുതുന്നു. റൂട്ട് എല്ലാം കൂടെ കൂട്ടുമ്പോൾ -b/a. അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ 3 എണ്ണം വീതമുള്ള പ്രോഡക്റ്റ് എടുത്തു. അപ്പൊ എനിക്ക് ആൽഫ സ്ക്വയർ ബീറ്റ എന്ന് പറയുന്നത് 1 എന്നും കിട്ടി. 4 ആൽഫ പ്ലസ് ബീറ്റ 7 ആൽഫ പ്ലസ് ബീറ്റ 1/2 ആണ്. അതിൽ നിന്ന് ബീറ്റ എന്ന് കിട്ടി 1/2 - 7 ആൽഫ. ഇവിടെ ഇക്വേഷൻ എന്തുവാ? 12 ആൽഫ സ്ക്വയർ പ്ലസ് 7 ആൽഫ ബീറ്റ -11 ആണ്, -11. അപ്പൊ അതിനകത്ത് ബീറ്റയുടെ സ്ഥാനത്ത് ഈ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പൊ ആൽഫയിലുള്ള ഇക്വേഷൻ കിട്ടി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അത് സോൾവ് ചെയ്തപ്പോൾ ആൽഫയുടെ വാല്യൂ എനിക്ക് കിട്ടി 22/37 അല്ലെങ്കിൽ -1/2. ഇനി 22/37 ആവുമ്പോൾ ബീറ്റയുടെ വാല്യൂ ഇതാണ്. അപ്പൊ എനിക്ക് ആൽഫ സ്ക്വയർ ബീറ്റ എന്ന് പറയുന്നത് 1 കിട്ടി. അത് നോട്ട് പോസിബിൾ ആണ്. കാരണം എന്തോ ആൽഫ സ്ക്വയർ ബീറ്റയുടെ വാല്യൂ നേരത്തെ അവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, അത് 1 അല്ല. അപ്പൊ എനിക്ക് പറയാം ആ വാല്യൂ അല്ല. അപ്പൊ തീർച്ചയായിട്ടും എന്തുവാ ആൽഫ എന്ന് പറയുന്നത് -1/2 ആണ്. ആൽഫ -1/2 കിട്ടും. അപ്പൊ ബീറ്റ എന്ന് കിട്ടി 4 എന്ന് കിട്ടി. ആൽഫ സ്ക്വയർ ബീറ്റ 1 ആണ്. ഇവിടെ എന്തോ 1 കിട്ടിയില്ല. ആൽഫ സ്ക്വയർ ബീറ്റയുടെ ഉത്തരം 1 ആണ്, പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ 1 കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത് 22/37 അല്ല എന്ന് പറഞ്ഞു. ഇവിടെ 1 കിട്ടി, അതുകൊണ്ട് ആൽഫ -1/2 ശരിയാണ്. അപ്പൊ റൂട്ട് ഇങ്ങനെ എഴുതി. ഇതിന്റെ പ്രത്യേകത ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം, എന്നാലേ നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പല രീതിയിൽ ചോദിക്കും. അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, ഹാർമോണിക് പ്രോഗ്രഷൻ, ഡിഗ്രി 4, 3, പിന്നെ റേഷ്യോ ആയിട്ട് ചോദിക്കാം, മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലെങ്കിൽ ഡിഫറൻസ്, അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്.
ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ 4 റൂട്ടാണ് ഒരു ഇക്വേഷൻ. അങ്ങനെയാണ് സച്ച് ദാറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഇക്വൽ ടു ഗാമ പ്ലസ് ഡെൽറ്റ. ദെൻ ഷോ ദാറ്റ് ദിസ്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഇതും ആൽഫ പ്ലസ് ബീറ്റ, കാരണം അത് രണ്ട് സെയിം ആണെന്ന് ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റയുടെ ആൻസർ ഇങ്ങനെ കിട്ടി. എന്നിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഓരോ സ്റ്റെപ്പ് നോക്കിയാൽ. രണ്ടെണ്ണം വീതമുള്ളതിന്റെ പ്രോഡക്റ്റ് സി ബൈ എ, മൂന്നെണ്ണം വീതമുള്ളതിന്റെ പ്രോഡക്റ്റ്. അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഈ ഉത്തരം കിട്ടുന്നു. ഇനി ഗിവൺ ദാറ്റ് പ്രോഡക്റ്റ് ഓഫ് 2 റൂട്ട് 8 ആണ്. രണ്ട് റൂട്ടിന്റെ പ്രോഡക്റ്റ് 8 ആണ്. അപ്പൊ നമ്മൾ എന്ത്, രണ്ട് റൂട്ട് ആൽഫ ബീറ്റയ്ക്ക് വരും. ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് ഞാൻ 8 എന്ന് വിളിച്ചു. അപ്പൊ അതിൽ നിന്ന് ഗാമ ഡെൽറ്റ കിട്ടുന്നു. ഇനി ഇത് റൂട്ട് ആയതുകൊണ്ട് രണ്ടെണ്ണം വീതം ഫാക്ടർ ചെയ്ത് പ്രോഡക്റ്റ് എടുത്തു. പിയും ക്യൂ എഴുതുന്നു, അത് ഇൻറ്റു ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു ക്വസ്റ്റ്യനുമായിട്ട്. അപ്പം പി പ്ലസ് ക്യൂ, പി ക്യൂ പ്ലസ് 23, പി ക്യൂ ഒക്കെ കിട്ടുന്നു. അതിൽ നിന്ന് പി ക്യൂ കിട്ടി. അപ്പൊ പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ മുമ്പത്തെ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് പിയും ക്യൂവും കിട്ടി. അങ്ങനെ പിയും ക്യൂവും ആ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് കിട്ടും. ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി എ ബി ഈക്വൽ ടു സി ഡി കിട്ടുന്ന കണ്ടീഷൻ എന്തുവാ? ഇവിടെ എയും ബിയും സിയും ഡിയും ഇതിന്റെ റൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ എ ബി ഈക്വൽ ടു സി ഡി കിട്ടുന്ന കണ്ടീഷൻ എന്താണ്? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എസ്. അടുത്ത സിമെട്രിക് ഫംഗ്ഷൻ ഓഫ് റൂട്ട്, അതായത് ആൽഫ ബീറ്റ ഗാമ റൂട്ട് ആണെങ്കിൽ എക്സ്പ്രസ് ദ വാല്യൂ ഓഫ് സിഗ്മ 1 ബൈ ബീറ്റ ആർ ഗാമ സിഗ്മ 1 ബൈ ആൽഫ സിഗ്മ ആൽഫ സ്ക്വയർ സിഗ്മ ആൽഫ സ്ക്വയർ ബീറ്റ, ആ രീതിയിൽ എഴുതാം. അപ്പൊ സിഗ്മ ആൽഫ എന്ന് വെച്ചാൽ എന്തുവാ? ഇതിന്റെ റൂട്ട്, അതായത് പറയുന്നത് മൈനസ് പി ബൈ 1. രണ്ടെണ്ണം വീതമുള്ളതിന്റെ പ്രോഡക്റ്റ് ആണ് ക്യൂ ബൈ 1. മൂന്നെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആണ് മൈനസ് ആർ ബൈ 1. ഇനി സിഗ്മ 1 ബൈ ബീറ്റ ആർ എന്ന് വെച്ചാൽ 1 ബൈ ആൽഫ ബീറ്റ പ്ലസ് 1 ബൈ ബീറ്റ ഗാമ പ്ലസ് 1 ബൈ ആൽഫ ഗാമയാണ്. അപ്പൊ ഞാൻ LCM ആൽഫ ബീറ്റ ഗാമ ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ കിട്ടിയേ. ഇനി വാല്യൂ ഉണ്ട് മൈനസ് പി ബൈ മൈനസ് ആർ, അതായത് പി ബൈ ആർ. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഇതേപോലെ ഇങ്ങനെ എഴുതി LCM ആക്കാൻ വേണ്ടി രണ്ടെണ്ണം വീതം വന്നു. രണ്ടെണ്ണം വീതത്തിന്റെ പ്രോഡക്റ്റ് ക്യൂ ആണ്, ഇതിന്റെ മൈനസ് ആർ ആണ്. അങ്ങനെ ഈ ഉത്തരം എഴുതി. കണ്ടോ? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ കണ്ടുപിടിച്ച കണ്ടോ? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ കിട്ടും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ രീതിയിൽ ചെയ്യാൻ. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആൽഫ റൂട്ട് ആയതുകൊണ്ട് ക്വസ്റ്റ്യനകത്ത് എക്സിന്റെ സ്ഥാനത്ത് ആൽഫ ഇട്ട് കൊടുക്കുന്നു. ബീറ്റ റൂട്ട് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതും. അപ്പൊ 3 ഇക്വേഷൻ എഴുതുന്നു. അത് ആഡ് ചെയ്യുമ്പോൾ എന്തോ സിഗ്മ ആൽഫ ക്യൂബ് പ്ലസ് പി ഇൻറ്റു സിഗ്മ ആൽഫ പ്ലസ് 3q ഈസ് ഇക്വൽ ടു 0 എന്ന് കിട്ടി. സിഗ്മ ആൽഫ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? കാരണം എന്തോ ഇവിടെ എക്സ് സ്ക്വയറിന് ടേം ഇല്ല. അപ്പൊ സിഗ്മ ആൽഫ സ്ക്വയർ മൈനസ് രണ്ട് ഇക്വേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എക്സ് റേസ് ടു 5ന്റെ ആൻസർ കിട്ടി. അപ്പൊ സിഗ്മ ആൽഫ റേസ് ടു 5 നമുക്ക് 5pq എന്ന് കിട്ടി. 1 ബൈ സിഗ്മ ആൽഫ റേസ് ടു 5 എന്തോ pq. ഇങ്ങനെ ചെയ്യും. ഇതേപോലെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഒന്നും പറയുന്നില്ല, കാരണം ഈ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് ചെയ്ത് പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസേഴ്സ് കാണിക്കാൻ നിങ്ങൾ ചെയ്തിട്ട് ഈ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നോക്കിയാൽ മതി കേട്ടോ. ഓരോ സ്റ്റെപ്പ് ആയിട്ട് നോക്കുക.